സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, ഞങ്ങളോട് കൂടെയായിരിക്കുവാനും ഞങ്ങളോട് ഒന്നാക്കുവാനും ഈ തിരുവോസ്തിയിലായിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ചെയ്ത പാപത്തിൻ്റെ കടം വീട്ടുവാൻ, ഞങ്ങൾക്ക് രക്ഷയേകുവാൻ അങ്ങ് കുരിശിൽ ബലിയായി. അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്തു. കർത്താവേ, അവിടുത്തെ ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 1 യോഹന്നാൻ 3:1 നമ്മൾ വായിക്കുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഇത്രയേറെ സ്നേഹം. പാപിയായി പാപത്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് വീണ് കിടന്നിരുന്ന നമ്മളെ ഓരോരുത്തരെയും സ്വയം ബലി നൽകിക്കൊണ്ട് അവിടുത്തെ മക്കളെന്ന നിലയിലേക്ക് ഉയർത്തി അവിടുത്തെ സ്വന്തമാക്കിയ അവിടുത്തെ സ്നേഹം. ദൈവമേ, ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങളെന്നും എളിമയോടെ നിൽക്കുമ്പോൾ ആരാധനയല്ലാതെ, നന്ദിയല്ലാതെ മറ്റെന്താണ് ഞങ്ങൾക്ക് നൽകുവാനുള്ളത്? കർത്താവേ, ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളുണ്ട്. പലപ്പോഴും ഞങ്ങൾ അങ്ങയെ തഴഞ്ഞ നിമിഷങ്ങളുണ്ട്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുണയുടെ വലിയൊരു വാതിൽ തുറന്നിട്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി കുദാശകളിൽ അങ്ങ് കാത്തിരിക്കുമ്പോഴും കർത്താവേ, ഇതെല്ലാം മറന്ന് ഞങ്ങൾ ഞങ്ങളുടെ വഴിയെ പോയ നിമിഷങ്ങൾ, ഇതൊക്കെ സാരമില്ല എന്ന് പറഞ്ഞ് കുർബാനയെയും കുമ്പസാരത്തെയും ഞങ്ങൾ ഒഴിവാക്കിയ നിമിഷങ്ങൾ, കരുണയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങേ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്തെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലിയ കരുണയാണ് ഞങ്ങളുടെ ജീവിതത്തെ ഓരോ നിമിഷവും താങ്ങി നിർത്തുന്നത്. അങ്ങയുടെ കരുണയെ ഓർത്ത് അങ്ങേ ആരാധിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, കരുണയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ അരികത്ത് നമുക്ക് സ്വസ്ഥമായി ശാന്തമായി നമ്മളായിരിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് നോക്കാം. പലപ്പോഴും ബലഹീനരും അശക്തരുമായ മനുഷ്യർ തന്നെ നമ്മളെ കരുതുന്നത് ശക്തരായിട്ടും പ്രബലരായിട്ടുമൊക്കെയാണ്. ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. നമ്മൾ ഓർക്കാതെ പോലും നമ്മൾ പറയുകയാണ്, നമ്മുടെ കഴിവാണ്, നമ്മുടെ കരുത്താണ്, ഞാനാണിത് ചെയ്തതെന്നൊക്കെ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും വീമ്പ് പറയാറുണ്ട്. പക്ഷേ പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ പറയുന്നത് പോലെ വലിയ ബലവും കരുത്തും ഒന്നും നമുക്കില്ല. പലപ്പോഴും വീണുപോകുന്ന, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാതെ താല്പര്യമില്ലാതെ പോലും തിന്മയിൽ വീണു പോകുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മൾ ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ മേൽ ഭരണം നടത്തുന്നുണ്ട്. പലതിനോട് ജീവിതത്തിലെ പല കാര്യങ്ങളോട് നോ പറയാൻ നമുക്ക് കഴിയാറില്ല. എന്നിട്ടും നമ്മൾ പലപ്പോഴും അഹങ്കാരത്തോടെ പറയുകയാണ്, എനിക്കതെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പൗലോസ് പറയുമ്പോഴും നമ്മൾ പലപ്പോഴും അതിൻ്റെ അവസാനത്തെ ഭാഗം മാത്രമാണ് ഏറ്റവും കൂടുതൽ ഉറക്കെ പറയുന്നത്. എന്നെ ശക്തനാക്കുന്നവനെ ഞാൻ മറന്നിട്ട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രം കരുതി നമ്മൾ പലപ്പോഴും മുന്നേറുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായിട്ടും നമ്മുടെ ജീവിതത്തെ ഏറ്റവും ബലമുള്ളതാക്കി തീർക്കുന്നതും കരുത്തല്ല, എളിമയാണ്.
പലപ്പോഴും എനിക്ക് തെറ്റുപറ്റില്ല എന്ന് കരുതുന്നവരാണ് ഏറ്റവും ആദ്യം അവർക്കാണ് തെറ്റുപറ്റുന്നത്. ഒരു പടയാളി ഏത് നിമിഷവും താൻ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന് കരുതലുള്ളപ്പോൾ തൻ്റെ വാളും പരിചയം ഉയർത്തിപ്പിടിക്കാൻ തൻ്റെ മുൻപിൽ, അല്ലെങ്കിൽ ഒരു ബോക്സിങ് ചെയ്യുന്ന ഒരു ബോക്സർ ആ ബോക്സിംഗ് റിങ്ങിലായിരിക്കുമ്പോൾ തൻ്റെ എതിരാളിൽ നിന്ന് ഏത് നിമിഷം വേണേലും ഒരു ഇടി കിട്ടിയേക്കാം എന്നുള്ള ധാരണയിൽ സ്വയം സംരക്ഷിക്കുവാനായിട്ട് തൻ്റെ കരങ്ങൾ ഉയർത്തി തൻ്റെ മുഖത്തിന് മുൻപിൽ പിടിക്കും. എന്തിനാണ്? ഒരു കരുതലാണ്. ഏത് നിമിഷവും തനിക്ക് ഇടി കിട്ടിയേക്കാം, അല്ലെങ്കിൽ ഏത് നിമിഷവും ആ പടയാളി ഓർക്കുകയാണ് ഏത് നിമിഷവും തനിക്കൊരു ആക്രമണം ഉണ്ടായേക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഏത് നിമിഷവും വീണു പോകാൻ തക്ക ദുർബലയാണ് എന്നറിയുന്ന ഓരോ വ്യക്തിയും ജാഗ്രതയോടെ തങ്ങളുടെ പരിച ഉയർത്തിപ്പിടിക്കും. തങ്ങളുടെ ഏത് നിമിഷം കരുതലോടെ ആയിരിക്കും. എന്നാൽ എനിക്കിനി ആക്രമണമൊന്നും ഉണ്ടാവില്ല, ഞാൻ സേഫാണ്, എന്നെ ഇടിക്കാൻ അവന് പറ്റില്ല എന്നൊക്കെ കരുതുന്ന നിമിഷം ഈ പടയാളി തൻ്റെ വാളും പരിചയം ഇങ്ങനെ താഴ്ത്തുമ്പോൾ തന്നെ ഇങ്ങനെ ഏത് ആക്രമണത്തിനുമായിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കുക, തന്നെ വൾണറബിൾ ആക്കുക. ബോക്സിംഗ് റിങ്ങിലാണെങ്കിലും തൻ്റെ എതിരാളിയെ വില കുറച്ച് കാണുന്ന ഒരു ബോക്സർ തൻ്റെ കരങ്ങൾ താഴ്ത്തുന്ന നിമിഷം താൻ ആക്രമണത്തിന് വിധേയനാണ് എന്നുള്ള ആ ഒരു സത്യം മറന്നു പോവുക. പ്രിയമുള്ളവരെ, തങ്ങളുടെ ദുർബലതകളെക്കുറിച്ച്, തങ്ങളുടെ പോരായ്മകളെക്കുറിച്ച്, പരിമിതികളെക്കുറിച്ച് അവഗാഹമുള്ള ബോധ്യമുള്ള ഓരോ മനുഷ്യനും കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കരുതലോടെയാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. കാരണം ഏത് നിമിഷവും താൻ വീണു പോയേക്കാം എന്ന് ബോധ്യം അവനുണ്ട്. താൻ വിചാരിച്ചത് കൊണ്ട് മാത്രമായില്ല, കർത്താവ് എന്നെ കാക്കുന്നില്ലെങ്കിൽ, കർത്താവ് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു ശക്തിയുമില്ലെന്നറിയുന്ന ആ വ്യക്തി എപ്പോഴും കർത്താവിൽ ആശ്രയിച്ചു കൊണ്ട് നിൽക്കും. എന്നാൽ തനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്ന ഒരു വ്യക്തി ദൈവത്തെ ആശ്രയിക്കാതെ സ്വന്തം കരുത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നു. ആ അഹങ്കാരത്തിൽ തന്നെ അവൻ വീണു പോകുന്നു. എങ്കിലും പ്രിയമുള്ളവരെ, നമ്മൾ പലർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ദുർബലതകളിൽ നമ്മൾ വീണുപോയതായിരിക്കാം, സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കാതെ വന്നതായിരിക്കാം. എപ്പോഴും അത് അഹങ്കാരമാകണമെന്നില്ല. പക്ഷേ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും വീണതിന് ശേഷം അവിടെ കിടക്കുന്നില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തിയും വീണുപോയാലും ദൈവം അവനെ തിരിച്ചെഴുന്നേൽപ്പിക്കും. കാരണം അവൻ്റെ ആശ്രയം തന്നിലല്ല, അവൻ്റെ ആശ്രയം ദൈവത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. 40-28 വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല, അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. ദൈവം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല, തളരുന്നില്ല എന്ന് വചനം ഓർമ്മപ്പെടുത്തുക. വീണ്ടും നമ്മൾ വായിക്കുന്നു 29-ാം തിരുവചനം, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, തളരുന്ന ഓരോ വ്യക്തിക്കും ബലം കിട്ടുന്നത് അവർ കുടിക്കുന്ന ബൂസ്റ്റിൽ നിന്നോ അവനെടുക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ നിന്നോ അവൻ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ലൗകികമായ ഒന്നിൽ നിന്നുമല്ല. അവൻ്റെ ബലവും ശക്തിയും ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കാത്തവന് തളരുമ്പോൾ താങ്ങിപ്പിടിക്കാൻ ആരുമില്ല, ഒന്നുമില്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീണേക്കാം. അല്ലെ, സമൂഹത്തിൽ ഏറ്റവും ബലമുള്ളതായിട്ട് നമ്മൾ കരുതുന്നത്, ഏറ്റവും കരുത്തരായിട്ട് കരുതുന്നത് യുവാക്കളെയാണ്. കാരണം ഏറ്റവും ഉറപ്പുള്ള ശരീരം, ഏറ്റവും കരുത്തുറ്റ ശരീരം യുവാക്കളുടെയാണ്. പക്ഷെ അവർ പോലും തളർന്നേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വലിയൊരു സത്യവും വലിയൊരു പ്രത്യാശയുമാണിത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണാലും അവൻ വീണ്ടും ശക്തി പ്രാപിക്കും. മനുഷ്യരായ നമ്മളെല്ലാവരും തളർന്ന നിമിഷങ്ങളുണ്ടാവാം. ഒരു പക്ഷേ ശാരീരികമായിട്ടുള്ള തളർച്ച, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽപ്പെട്ട് മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ, പാപത്തിൻ്റെ സ്വാധീനം, പ്രലോഭനങ്ങളുടെ സ്വാധീനം, നമ്മുടെ ദുർബലതകൾ നമ്മുടെ ആത്മീയമായിട്ട് തളർത്തുന്ന സാഹചര്യങ്ങൾ, വീണു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരുന്ന് തളർന്നു പോകുന്ന അവസരം, എഴുന്നേൽക്കാൻ പോലും ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായിട്ട് തളർന്നു പോകുന്ന നിമിഷങ്ങൾ, എല്ലാ തരത്തിലും പ്രിയമുള്ളവരെ നമുക്ക് ക്ഷീണവും തളർച്ചയും വീഴ്ചയും ഒക്കെ ഉണ്ടാകാം. പലതരത്തിൽ നമുക്കത് സംഭവിച്ചേക്കാം. പലതരത്തിൽ നമ്മളെല്ലാവരും ബലഹീനരാണ്, ദുർബലരാണ്. പക്ഷേ വചനം ഓർമ്മപ്പെടുത്തുകയാണ്,
ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവനവിടെ വീണ് കിടക്കില്ല. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ, മുന്നോട്ട് പോകാൻ പ്രത്യാശയില്ലാത്തവരെ പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ് കിടക്കുകയല്ല, അവൻ വീണ്ടും ശക്തി പ്രാപിക്കും. കാരണം അവൻ ആശ്രയിക്കുന്നത് ഒരിക്കലും തളരാത്ത, ക്ഷീണിക്കാത്ത കർത്താവിലാണ്. അവിടുന്ന് പറയുന്നുണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപിരിയാത്ത സ്നേഹമാണ്, ഞാൻ എന്നും നിന്റെ കൂടെയുണ്ട്, യുഗാന്ത്യം വരെ ഞാൻ നിന്റെ കൂടെയുണ്ടായിരിക്കും, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പൊരുതും എന്ന് പറഞ്ഞ കർത്താവാണ്. പ്രിയമുള്ളവരെ, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം എന്ന് ഉറപ്പ് തന്ന കർത്താവ് പറയുകയാണ്, നീ വീഴുമ്പോൾ, നീ തളരുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നീ എൻ്റെ കരങ്ങളിലാണ്, നീ എൻ്റെ കരങ്ങളിലാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയിക്കാത്തവന് താൻ വീഴുമ്പോൾ, തളരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന പ്രിയ മക്കളെ, നമുക്ക് എല്ലാവർക്കും ഒരു ഉറപ്പുള്ളതാണ്, ഞാൻ തളരുന്ന നിമിഷം ഞാൻ കണ്ണുയർത്തി നോക്കും, എൻ്റെ കർത്താവിനെ ഞാൻ നോക്കും, ഈ ദിവ്യ കാരുണ്യത്തിലേക്ക് ഞാൻ നോക്കും. എനിക്ക് വേണ്ടി രക്തമൊലിച്ച്, എനിക്ക് വേണ്ടി മാറ് പിളർന്ന് ചുടുനിണമൊഴുക്കി എന്നെ വീണ്ടെടുത്ത് അവിടുത്തെ മകനായിട്ട്, മകളായിട്ട് എന്നെ ഉയർത്തിയ കർത്താവിലേക്ക് നോക്കുമ്പോൾ കർത്താവ് എന്നോട് പറയും, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പൊരുതും, ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ എന്തിന് ഭയപ്പെടണം, നീ എന്നിൽ ആശ്രയിച്ചാൽ മതി. പലപ്പോഴും നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത്, എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ സ്വയം രക്ഷിക്കാൻ പരിശ്രമിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമ്മൾ സങ്കടപ്പെടുമ്പോൾ, വിഷമിക്കുമ്പോൾ, വേദനിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ തരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, എനിക്ക് എന്ത് അറിവുണ്ട് ഈ സാഹചര്യത്തിൽ, എനിക്ക് എന്ത് കഴിവുണ്ട് ഇവിടെ, എനിക്ക് ആരെയൊക്കെ വിളിച്ച് സഹായം തേടാൻ പറ്റും, എന്തൊക്കെ മാർഗങ്ങൾ എനിക്ക് അവലംബിക്കാൻ പറ്റും, മറ്റുള്ളവരെന്നെ മാനിക്കാൻ, ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ ഞാൻ എന്ത് ചെയ്യണം. പ്രിയമുള്ളവരെ, പലപ്പോഴും എല്ലാ വഴികളും അടഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ച് പോലും പലപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം ആദ്യത്തേതിനേക്കാൾ മോശമായിട്ടുണ്ടാകും. എന്നാൽ ഏറ്റവും ആദ്യം നീ തളർച്ച അനുഭവിക്കുമ്പോൾ, ക്ഷീണം അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ നിന്റെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവിടുത്തോട് വിളിച്ചപേക്ഷിക്കണം, കർത്താവേ, ഞാനിതാ തളർന്നിരിക്കുന്നു, കർത്താവേ, ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു, കർത്താവേ, എൻ്റെ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നു, എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല, ദൈവമേ എന്നെ രക്ഷിക്കാൻ വരേണമേ, ദൈവമേ എന്നെ രക്ഷിക്കണമേ, ഈശോ എന്നെ സഹായിക്കണമേ. ഈശോയെ, ഞാൻ ആരുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നിന്റെ അടുത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കുക, ജീസസ് ഹെൽപ്പ് മീ. അവിടുന്ന് ഉടനെ ഓടി നിന്റെ അടുക്കലെത്തും. കാരണം നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു ഹൃദയവും, നിനക്ക് വേണ്ടി വിരിച്ചു പിടിച്ചിരിക്കുന്ന കരങ്ങളുമായിട്ട് നിന്നെ സ്നേഹിക്കുന്ന കർത്താവാണ് നിനക്കുള്ളത്. അവിടുന്ന് നീ വിളിക്കുന്ന നിമിഷം നിന്റെ അരികിലെത്തും. വീണ്ടും പ്രിയമുള്ളവരെ, ഞാൻ സഹായത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനല്ല കർത്താവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ടത് എന്നെ എങ്ങനെ രക്ഷിക്കണമെന്നുള്ളത്. പലപ്പോഴും നമ്മൾ വീണ്ടും നിരാശപ്പെടുന്ന കാരണം അവിടെയാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവം എന്നെ രക്ഷിക്കണമെന്ന് പറയുക. ഞാനിപ്പോൾ പ്രാർത്ഥിച്ച ഇപ്പം എന്തായാലും സംഭവിക്കണം, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാവണം. ഞാനല്ല പ്രിയമുള്ളവരെ തീരുമാനിക്കേണ്ടത്. എൻ്റെ രക്ഷ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് ഉറപ്പോടുകൂടി വിശ്വസിക്കുന്നവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ശാന്തമായിട്ട് കിടന്നുറങ്ങും. കാരണം അവൻ ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും തൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അവൻ ഉറപ്പുണ്ട്. ഈ ഒരു ബോധ്യവും ഉറപ്പും പ്രത്യാശയുമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്തും, നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്വാസവും, നമ്മുടെ സ്വാതന്ത്ര്യവും. ആയതിനാൽ നമുക്ക് വേണ്ടി കരുണയുടെ ഹൃദയം തുറന്നിരിക്കുന്ന കർത്താവിനെ, ഈ തിരുവോസ്തിയിൽ നമുക്കായിട്ട് കാത്തിരിക്കുന്ന കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുട്ടിൽ മേലായിരുന്നു കൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ജീവിത മേഖലകളുടെ മേലും, പ്രത്യേകിച്ചും നമ്മൾ നിസ്സഹായരായി പോകുന്ന, ദുർബലതയിൽ വീണു പോകുന്ന എല്ലായിടങ്ങളിലും, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ക്ഷീണങ്ങളും തളർച്ചകളും, ശാരീരികവും മാനസികവും ആന്തരികവും ആധ്യാത്മികവും വൈകാരികവുമായ എല്ലാ ക്ഷീണങ്ങളിലേക്കും തളർച്ചകളിലേക്കും കർത്താവിൻ്റെ കൃപയൊഴുകുവാൻ, കരുത്ത് പകരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ്സ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ച്
അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,